ഹായ്, നെക്സ്റ്റ് എക്സാമ്പിൾ 19 ആണ് നമുക്ക് നോക്കാനുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞു നിർത്തിയ അതേ ടൈപ്പ് ഒരു പ്രോബ്ലമാണ്. അതായത് ക്വസ്റ്റ്യൻ ആണ്, ഇവാലുവേറ്റ് ദ സം സിഗ്മ n ഈക്വൽ ടു 1 ടു ക്യാപിറ്റൽ N 1 ബൈ n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു n പ്ലസ് 2 എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കറിയാം, ഇങ്ങനെ ഡിനോമിനേറ്ററിൽ പ്രോഡക്റ്റ് ആയിട്ട് വന്നാൽ തന്നെ നമ്മൾ ഉടനെ എന്താ അപ്ലൈ ചെയ്യണം? നമ്മൾ എന്താ അപ്ലൈ ചെയ്യണം? പാർഷ്യൽ ഫ്രാക്ഷൻ അപ്ലൈ ചെയ്യണം. ഓക്കെ, നമ്മളപ്പോൾ എന്ത് ടേം എടുത്തു? എന്ത് ടേംസ് ആരാ? 1 ബൈ n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു n പ്ലസ് 2 എന്നാണ് എന്ത് ടേം. അതിന്റെ പാർഷ്യൽ ഫ്രാക്ഷൻ നടത്തി കഴിഞ്ഞാൽ സ്പ്ലിറ്റ് ചെയ്ത് നമ്മൾ എങ്ങനെ എഴുതുന്നത്? a ബൈ n, ശരിയല്ലേ? a ബൈ n പ്ലസ് b ബൈ n പ്ലസ് 1 പ്ലസ് c ബൈ n പ്ലസ് 2 നമ്മൾ എഴുതാറുണ്ട്, ശരിയാണല്ലോ? ഈ രീതിക്കായിരിക്കുമല്ലോ നമ്മൾ എഴുതാറ്. അപ്പൊ നമ്മൾ അങ്ങനെ എഴുതി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നെക്സ്റ്റ് സ്റ്റെപ്പിൽ അത് നമുക്ക് അറിയാൻ തന്നെയാണ്, എയുടെ വാല്യൂ, ബിയുടെ വാല്യൂ, സിയുടെ വാല്യൂ കണ്ടുപിടിക്കണം. അതിനുവേണ്ടി എന്ത് ചെയ്താൽ മതി? n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു n പ്ലസ് 2 കൊണ്ട് രണ്ട് സൈഡിലും ഗുണിച്ചാൽ മതി. ഗുണിച്ചിട്ട് സ്യൂട്ടബിൾ ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് എയും ബിയും സിയും കണ്ടുപിടിക്കുക. ആ മെത്തേഡ് നിങ്ങൾ പഠിക്കണം, മെത്തേഡ് ഓഫ് പാർഷ്യൽ ഫ്രാക്ഷൻ. നിങ്ങൾ പ്ലസ് 2 പഠിച്ചൊരു കാര്യമാണ്, ഡിഫറൻസിയേഷൻ ഒക്കെ പഠിക്കുന്ന സമയത്ത് പഠിച്ചാണ് മെത്തേഡ് ഓഫ് പാർഷ്യൽ ഫ്രാക്ഷൻ. അത് നിങ്ങളൊന്ന് റിവൈസ് ചെയ്യുക. എന്നിട്ട് എങ്ങനെയാണ് എയും ബിയും സിയും കണ്ടുപിടിക്കുന്നത് പഠിക്കുക. ഓക്കെ, അത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എയുടെ വാല്യൂ ആയിട്ട് കിട്ടും 1/2. നിങ്ങൾ സോൾവ് ചെയ്ത് കിട്ടാൻ പോണത് a ഈക്വൽ ടു 1/2. ഓക്കെ, ബി എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് കിട്ടാൻ പോണത് -1, സി ആയിട്ട് നിങ്ങൾക്ക് കിട്ടാൻ പോണത് 1/2. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടും. ചെയ്യേണ്ടത് എന്താണ്? ഈ n ഇൻറ്റു n പ്ലസ് 1 n പ്ലസ് 2 കൊണ്ട് രണ്ട് സൈഡിലും ഗുണിക്കുക. ഓക്കെ, അപ്പൊ എ ഗുണിക്കുമ്പോൾ എന്ത് വരും? n പ്ലസ് 1 ഇൻറ്റു n പ്ലസ് 2. ബി എ ഗുണിക്കുമ്പോൾ എന്ത് വരും? n ഇൻറ്റു n പ്ലസ് 2. സി എ ഗുണിക്കുമ്പോൾ എന്ത് വരും? n ഇൻറ്റു n പ്ലസ് 1. ലെഫ്റ്റ് സൈഡിൽ എത്ര ആയി പോകും? 1 ആയി പോകും. എന്നിട്ട് പുട്ട് n ഈക്വൽ ടു 0 കൊടുക്കുക, n ഈക്വൽ ടു -1 കൊടുക്കുക, n ഈക്വൽ ടു -2 കൊടുക്കുക. സോ ദെൻ നിങ്ങൾക്ക് ഈ വാല്യൂസ് ഒക്കെ കിട്ടും. ഓക്കെ, അപ്പൊ ഇവിടെ വരുന്നത് ഈസി ആയിട്ട് കൊണ്ടുവരാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഇനിയാണ് നോക്കി, അപ്പൊ നമ്മൾ എന്ത് എഴുതുന്നത്? ഇതിന് 1/2 n പ്ലസ് 2 -1/n പ്ലസ് 1. ഈ -1/n പ്ലസ് 1 ഞാൻ 2/2 ഇൻറ്റു n പ്ലസ് 1 എന്ന് എഴുതി. അതിന്റെ കാരണം എന്താണെന്ന് ഞാൻ പറയാം. പ്ലസ് 1/2 ഇത്ര നമുക്ക് കിട്ടി. നോക്കി, അതിന് കാരണം ഇവിടെ 1/2 ഇൻറ്റു n പ്ലസ് 2, ഇവിടെയും 1/2. ഇവിടെ മാത്രം എന്ത് വന്നിരിക്കുന്നു? n പ്ലസ് 1 വന്നിരിക്കുന്നു. ഇവിടെ ഒരു 2 ഡിനോമിനേറ്റർ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഒരേ പാറ്റേണിലാന്ന് പറയാം. അവൻ താഴെ ഒരു 2 കൊടുക്കുന്നതുകൊണ്ട് നമ്മളപ്പം കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം? മുകളിലും ഒരു 2 കൊടുത്തു. അതുകൊണ്ടാണ് ഞാൻ 2/2 ഇൻറ്റു n പ്ലസ് 1 എന്ന് എഴുതിയിരിക്കുന്നത്. ഓക്കെ, എങ്കിൽ ഇത് നമുക്ക് എങ്ങനെ എഴുതാം? ഇതിനെ ഈ 1/2 ഇൻറ്റു n പ്ലസ് 2നെ 1/2 ഇൻറ്റു n പ്ലസ് 2നെ നമ്മൾ f എന്ന് വിളിക്കുന്നു. എങ്കിൽ ഈ 2/2 ഇൻറ്റു n പ്ലസ് 1നെ നമ്മൾ എന്ത് വിളിക്കണം? 2/2 ഇൻറ്റു n പ്ലസ് 1നെ എന്ത് വിളിക്കണം? 2 ഇൻറ്റു f ഓഫ് n മൈനസ് 1 എന്ന് വിളിക്കണം. ശരിയല്ലേ? ഈ 2 നിങ്ങൾ 2 ഇൻറ്റു 1 എന്ന് വിചാരിച്ചാൽ മതി. അപ്പം 2 ഇൻറ്റു 1/2 ഇൻറ്റു n പ്ലസ് 1. സോ നമ്മൾ അതിന് 2 ഇൻറ്റു f ഓഫ് n മൈനസ് 1 എഴുതി. പിന്നെ അടുത്ത ടൈം ആരാ? 1/2n. 1/2n എങ്കിൽ നമ്മൾ എന്ത് വിളിക്കണം? f ഓഫ് n മൈനസ് 2. സോ അതാണ് എഴുതിയിരിക്കുന്നത്. un ഈക്വൽ ടു fn മൈനസ് 2 ഇൻറ്റു fn മൈനസ് 1 പ്ലസ് fn മൈനസ് 2 എന്ന് നമ്മൾ എഴുതിയിരിക്കുന്നു. ഓക്കെ, ഇനിയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് നമുക്ക് എന്താണ് ആക്ച്വലി അൾട്ടിമേറ്റ് കണ്ടുപിടിക്കേണ്ടത്? എന്താണ്? സിഗ്മ n ഈക്വൽ ടു 1 to n ആണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്കപ്പോൾ കണ്ടുപിടിക്കേണ്ട ആക്ച്വലി ആരാ? Sn ആണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് n പാർഷ്യൽ സം u1 പ്ലസ് u2 പ്ലസ് എക്സെട്ര un. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ടൈം എന്ന് വെച്ചാൽ എന്ത് വരും? n ന് 1 കൊടുക്കുക. അപ്പൊ f1 മൈനസ് 2 ഇൻറ്റു f0 പ്ലസ് f മൈനസ് 1. ഇതാണ് ഫസ്റ്റ് ടൈം. ഇനി n ന് 2 കൊടുത്താൽ എന്ത് കിട്ടും? f2 മൈനസ് 2 ഇൻറ്റു f1 പ്ലസ് f0. തേർഡ് ടൈം എന്ത് വരും? f3 മൈനസ് 2 ഇൻറ്റു f2 പ്ലസ് f1. ഫോർത്ത് ടൈം എന്ത് വരും? f4 മൈനസ് 2 ഇൻറ്റു f3 പ്ലസ് f2. ഫിഫ്ത്ത് ടൈം എന്ത് വരും? f5 മൈനസ് 2 ഇൻറ്റു f4 പ്ലസ് f3. ഓക്കെ, ബാക്കി ഞാൻ ലെഫ്റ്റിലോട്ട് എഴുതുന്നത്. n മൈനസ് 2th ടൈം എന്ത് വരും? fn മൈനസ് 2 ഇൻറ്റു 2 ഇൻറ്റു fn മൈനസ് 3 പ്ലസ് fn മൈനസ് 4. n മൈനസ് 1 ടൈം എന്ത് വരും? f ഓഫ് n മൈനസ് 1 മൈനസ് 2 ഇൻറ്റു f ഓഫ് n മൈനസ് 2 പ്ലസ് f ഓഫ് n മൈനസ് 3. എന്ത് ടൈം എന്ത് വരും? fn മൈനസ് 2 ഇൻറ്റു f ഓഫ് n മൈനസ് 1 പ്ലസ് f ഓഫ് n മൈനസ് 2 വരും. ഇവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ നോക്കി, നമുക്ക് ടേംസ് കോമൺ ആയിട്ട് കളയാൻ പറ്റും. ഈ f1നെ ഞാൻ റെഡ് കളറിൽ കൊടുക്കാം.
ഈ ഡയഗണലി ഇങ്ങനെ വെട്ടിക്കളയും. F1 ഉം 2F1 ഉം ഈ F1 കൂടെ പോകും. കാരണം എല്ലാം കൂടെ ആഡ് ചെയ്ത് എന്തായി പോകും? 0 ആയി പോകും. ഇനി നോക്കിയേ, ഈ F2 മൈനസ് 2F2 F2 ഇത്രയും ടേം ക്യാൻസൽ ആയി പോകും. അതുപോലെ F3 മൈനസ് 2F3 F3 ഇത് ക്യാൻസൽ ആയി പോകും. അങ്ങനെ F4 മൈനസ് 2F4 താഴത്തെ ടേം കൂടെ ചേർന്ന് പോകും. ഇയാളും ഇങ്ങനെ അങ്ങ് പോകും. ഓക്കെ, പിന്നെ എന്ത് സംഭവിക്കുന്നത്? മുകളിലുള്ള ആൾക്കാരുടെ കൂടെ ചേർന്നിട്ട് ഇയാളൊന്ന് വെട്ടിപ്പോവും. പിന്നെ നോക്കിയേ, ഇവിടെ മുകളിൽ കിടക്കുന്ന Fn മൈനസ് 3യും ഇയാളും കൂടെ ചേർന്ന് ഇവരിങ്ങനെ വെട്ടിപ്പോവും. പിന്നെ Fn മൈനസ് 2 ഇയാൾ ഇങ്ങനെ വെട്ടിപ്പോവും. ഓക്കെ, ഇനി നോക്കിയേ, ഇവിടെ മൈനസ് 2F0യും പ്ലസ് F0യും ഇവര് തമ്മിൽ പോയി കഴിഞ്ഞാൽ മിച്ചം എന്ത് വരും? ഒരു മൈനസ് F0 വരും. ഇവിടെ വെട്ടിപ്പോകാൻ ആരുമില്ലാത്തതുകൊണ്ട് എന്ത് വരും? F ഓഫ് മൈനസ് 1 വരും. ഈ രണ്ട് ടേംസ് ഇവിടെ കിട്ടും. ഇവിടെ എന്ത് വരും? ഈ Fn മൈനസ് 1 മൈനസ് 2 Fn മൈനസ് 1 ചേർന്നിട്ട് മൈനസ് Fn മൈനസ് 1 വരും. ഓക്കെ, ഇവര് തമ്മിൽ ഇവിടെ എന്ത് വരും? Fn. ഈ 4 ടേംസ് ആണ് മിച്ചം വരുന്നത്. ആരൊക്കെ? Fn അല്ലെ, Fn മൈനസ് 1, പിന്നെ ആരൊക്കെ? F0, F മൈനസ് 1. അപ്പൊ ഇത്രയും ടേംസ് മാത്രമേ ഇവിടെ എന്ത് വരത്തുള്ളൂ? നമുക്ക് റിമൈൻഡ് ചെയ്യത്തുള്ളൂ. ശരിയല്ലോ? ഓക്കെ, ഇവിടെ മൈനസ് F0 ശരിയാണ്, മൈനസ് F0 വന്നു. ഇവിടെ F ഓഫ് മൈനസ് 1 വന്നു. F ഓഫ് മൈനസ് 1 കറക്റ്റ് ആണ്. പിന്നെ വന്നിരിക്കുന്നത് ഇവിടെ മൈനസ് അല്ലേ വരേണ്ടത്? ഇത് ചെറിയ മിസ്റ്റേക്ക് ആണ്. Fn മൈനസ് 1ഉം മൈനസ് 2 Fn മൈനസ് 1ഉം ചേർന്ന ഇവിടെ എന്താ വരത്തുള്ളൂ? മൈനസ് Fn മൈനസ് 1 ആണ് വരേണ്ടത് കേട്ടാ. ഇതൊരു ചെറിയ മിസ്റ്റേക്ക് ആണ്. സിമ്പിൾ ചെറിയൊരു കറക്ഷൻ ഉണ്ട്. ഇനി ചെയ്യാൻ വളരെ എളുപ്പമാണ്. എന്താണ്? ഇനിയിപ്പം നിങ്ങൾ അതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയാൽ മതി. Fn എഴുതുക. അപ്പൊ വേണമെങ്കിൽ ഞാൻ അത് ചെയ്ത് കാണിക്കാൻ സ്ഥലം. ഓക്കെ, അപ്പൊ നിലവിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത് Fn മൈനസ് 1 എന്ന് എഴുതിക്കോട്ടെ. നമുക്ക് നിലവിൽ കിട്ടിയിരിക്കുന്നത് Fn മൈനസ് 1, പിന്നെന്താ വന്നിരിക്കുന്നത്? മൈനസ് F0 പ്ലസ് F ഓഫ് മൈനസ് 1. അപ്പൊ Fn എന്ന് വെച്ചാൽ എന്ത് വരും? 1/2 n plus 2 മൈനസ് Fn മൈനസ് 1 ചെയ്ത് തരും 2 n plus 1. സോറി, ക്യാപിറ്റൽ N അല്ലേ? n plus 1 മൈനസ് F0 ചെയ്ത് തരും മൈനസ് 1/4. ശരിയല്ലേ? 0 എടുത്തു കഴിഞ്ഞാൽ F0 കൊടുത്തു കഴിഞ്ഞാൽ 1/4 വരും. പ്ലസ് F ഓഫ് മൈനസ് 1 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് കഴിഞ്ഞാൽ മൈനസ് 1ഉം പ്ലസ് 2 കൂടെ 1/2. ഓക്കെ, അപ്പൊ അതാണ് എഴുതിയിരിക്കുന്നത്. ഇവിടെ നോക്കിയേ, കോമൺ ആയിട്ട് നമുക്ക് ആര് എടുക്കാൻ പറ്റും? 1/2 കോമൺ എടുക്കാം. അപ്പം 1/2 കോമൺ എടുത്താൽ 1/n plus 2 മൈനസ് 1/n plus 1. ഇവിടെ നോക്കിയാൽ മൈനസ് 1/4 പ്ലസ് 1/2. അപ്പൊ നമുക്ക് മിച്ചം എന്ത് കിട്ടും? പ്ലസ് 1/4. ശരിയാണല്ലോ? ഇതാണ് കിടക്കുന്നത് പ്ലസ് 1/4 1/2 ഓഫ് ദിസ്. അപ്പൊ ഇവിടെ ചെറിയ കറക്ഷൻ ഉണ്ട്, ഈ സിമ്പിൾ മാത്രം. ഇതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും കിട്ടിയല്ലോ. ഓക്കെ, നെക്സ്റ്റ് ലെക്ചറിൽ വീഡിയോയിൽ അടുത്തതിനെ പറ്റി പറയാം.